ഹായ് മക്കളെ. അപ്പോൾ അതൊക്കെ ഉണ്ടോ നമ്മളിന്ന് എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ? ആദ്യം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കണം ഫോട്ടോ. ഇന്ന് ഉണ്ണിയൂട്ടായിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോയതാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ ഇനായക്ക് കളിപ്പാട്ടം വേണം. അപ്പോൾ അച്ഛൻ ഇനായനെ എന്തൊക്കെയോ പറഞ്ഞ് ഉണ്ണിയൂട്ട് കഴിയട്ടെ, എന്നിട്ട് ഞാൻ കളിപ്പാട്ടം വാങ്ങിത്തരാം, നീ മിണ്ടാതിരിക്കുക, അടങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എന്തൊക്കെയോ മകളോട് പറയുകയാണ്. പക്ഷേ എന്നിട്ടും കണ്ട മുഖത്ത് കണ്ട അവൾക്ക് കളിപ്പാട്ടം മതി. നമ്മുടെ കുഞ്ഞിപ്പയ്യൻ എല്ലാവരുടെ അടുക്കലും ഓടി നടപ്പായിരുന്നു കേട്ടോ. അവൻ ഓടി നടന്ന് ഒരു തിടുക്കിലും ചെന്ന് ഓടി നടന്ന് അങ്ങനെ നടക്കുവാണ്. നമ്മൾ ഉണ്ണിയൂട്ടിനെ കണ്ട രണ്ട് കൃഷ്ണന്മാരാണ് കേട്ടോ. ഇവർ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരുക്കമൊക്കെ ആയിട്ട് ഇവരാണ് ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള കൃഷ്ണന്മാരായിരുന്നു. ധാരാളം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണന്മാരായിട്ടും ഒക്കെ ഒരുക്കി കൊണ്ടുവന്നവരുണ്ടായിരുന്നു. കളിപ്പാട്ടം മേടിക്കാനുള്ള വരവാണ് ഈ കണ്ടത്. 20 രൂപയുടെ അച്ഛൻ 20 രൂപ കൊടുത്തപ്പോൾ 50 രൂപയുടെ കളിപ്പാട്ടം വാങ്ങി മോള്. അപ്പോൾ ബാക്കി പൈസ മേടിക്കാൻ പോയിട്ട് കളിപ്പാട്ടക്കാരൻ്റെ അടുക്ക് പൈസ കൊടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ അടുത്തത് വേണം. ഇതാണ് ഒന്ന് വാങ്ങിയാൽ അടുത്തത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണതേ. അടുത്ത ആൾക്കും വേണം. ടീച്ചറിന് 20 രൂപയുടെ കളിപ്പാട്ടത്തിന് പകരം 100 രൂപയുടെ ഗെയിം കളിക്കുന്ന ഒരു ഇതും കൂടി മേടിച്ചുകൊണ്ട് വന്നു. കൃഷ്ണനും ഉണ്ട് കേട്ടോ. അടുത്ത് രണ്ടുപേരും കൂടി നിന്ന് ഗെയിം കളിക്കുന്ന ആ സാധനം ഒന്ന് നമ്മുടെ കുഞ്ഞാപ്പിനെ കാണിക്കുകയാണ്. കുഞ്ഞാപ്പി കൊണ്ടുവന്ന് അത് അടുത്തിരിക്കുന്ന ഒരു ചേച്ചിക്ക് കൊടുത്തു. നമ്മൾ ഉണ്ണിയൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ധാരാളം കുഞ്ഞുങ്ങൾ കൃഷ്ണനായിട്ടൊക്കെ ഒരുങ്ങി. ഒരു കൃഷ്ണൻ ഇരിക്കുന്നതാണ്ട. 2 കൃഷ്ണൻ നമ്മുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് ഈ സ്ഥലം കിട്ടാനൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ. നമ്മുടെ അമ്പലത്തിൽ സപ്താഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര കേമാണ്. ധാരാളം ആൾക്കാർ വരും കണ്ടോ. അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.